പിന്നെ ഖുർആനിലെ പദങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഖുർആൻ്റെ ഓരോ പരാമർശങ്ങൾ, ഇപ്പോൾ മഴയെക്കുറിച്ച് പറയുമ്പോൾ ശിക്ഷയുടെ മഴയെക്കുറിച്ച് പറയുമ്പോൾ മത്തർ എന്നാണ് പറയുക, വാംതർന അലൈഹിം മത്തറ. അനുഗ്രഹത്തിൻ്റെ മഴയെക്കുറിച്ച് പറയുമ്പോൾ നുനസ്സിലുൽ ഗൈസ് എന്നുള്ള പ്രയോഗമാണ് നടത്തുന്നത്. ഒരു സ്ഥലത്ത് പോലും അനുഗ്രഹത്തിൻ്റെ മഴയെക്കുറിച്ച് പറയുമ്പോൾ മത്തർന്ന് ഖുർആൻ പ്രയോഗിക്കുന്നേയില്ല. അപ്പം അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞതേ. ഇങ്ങനെയുള്ള മുഫ്രദാത്തുകളിലൂടെ ശ്രദ്ധ പോയിട്ടുണ്ടോ? അത്തരം മുഫ്രദാത്തുകളിൽ കുറച്ചൊക്കെ സദസ്സിന് വേണ്ടി പറയാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഇജാസുകളിൽപ്പെട്ട ഖുർആൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മുഅ്ജിസ് ആകുന്നു എന്നതാണ്. മുഅ്ജിസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖൽഖിനെ, മനുഷ്യരെ ഖുർആൻ ഇജാസ് ചെയ്യുന്നുണ്ട്, അശക്തരാക്കുന്നുണ്ട്, സമാനമായതിനെ കൊണ്ടുവരാൻ കഴിയാത്ത രീതി. ഈ ഇജാസിൻ്റെ അൻവാഴുകൾ വിശദീകരിക്കുന്ന ഇടയിൽ പണ്ഡിതന്മാർ വിവിധ തലങ്ങളെ, വുജൂഹുകളെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ തഅബീറുകളെ, അതിൻ്റെ പ്രയോഗങ്ങളെ നമുക്ക് മറ്റൊരു അൾട്ടർനേറ്റീവ് കൊണ്ട് ആ പ്രയോഗത്തെ പരാമർശിക്കാൻ കഴിയില്ല എന്നത്. കാരണം ഒരു ലഫ്ല് അല്ലെങ്കിൽ ഒരു കലാം എന്ന് പറയുന്നത് കൊണ്ട് താല്പര്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ ആ ആശയത്തിൻ്റെ എല്ലാ ചേരുവകളോടുകൂടി നമ്മുടെ മുമ്പിലുള്ള ഒരു സംബോധകനെ അനുഭവവേദ്യമാക്കി കൊടുക്കലാണ് വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമ്മൾ പറയും സാധാരണ ദാലാണ്, അതിൻ്റെ മദ്ലൂൽ ഒരു ആശയമാണ്. ആ ആശയത്തെ പ്രതിനിധാനം ചെയ്യാൻ മറ്റൊരു വാക്കും അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ്. ഖുർആനിൻ്റെ തഹദ്ദിയെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ചെറിയ ഇമാമികളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഖുർആനിൻ്റെ സമാനമായത് കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമായി അങ്ങനത്തെ ഒരു പ്രയോഗം പോലും നിങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന്. അപ്പം അത്രയും വളരെ കണിശമായ പ്രയോഗങ്ങളാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂര്യനെ കുറിച്ച് പറയുന്നിടത്ത് സിറാജൻ വഹാജ എന്ന് ഖുർആൻ രണ്ട് സ്ഥലത്ത് സിറാജ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് സിറാജൻ വഹാജ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ചന്ദ്രനെ കുറിച്ച് പറയുന്നിടത്ത് മുനീറ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സിറാജൻ മുനീറൻ രണ്ട് തമ്മിലുള്ള ആ വാക്കുകളുടെ ഉപയോഗത്തിന്റെ വ്യത്യാസം എന്തായിരുന്നു എന്ന് പുതിയ കാലത്തെയൊക്കെ മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, സിറാജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ സ്വയം ഹറാറത്തുണ്ടാകുന്ന ഒരു ജിർമാണ്, ഒരു 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 തടിയാണ്, അതിന് സ്വയം അതിന് പിന്നെ ടെമ്പറേച്ചർ ഉണ്ട്. മുനീർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ നിന്നുള്ള പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ട് പ്രകാശത്തെ കൈമാറുന്നതാണ്. ഈ ഒരു ആശയത്തെ പ്രതിനിധാനം ചെയ്യാൻ ഈ രണ്ട് വാക്കുകളിലെ വൈവിധ്യമല്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ആശയമാണ്. എന്തുകൊണ്ടാണ് സിറാജിനെ തഫ്സീർ റാസിയൊക്കെ ആ കാലത്ത് സിറാജ് എന്ന വാക്ക് ഖമറിന് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് സൂര്യൻ ഉപയോഗിച്ചു എന്ന ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്, ഒരു സുആലായിട്ട് ഒരു ബഹ്ർ നടത്തുന്നുണ്ട്. എന്നാൽ ഇതിലേറെ ഏറ്റവും കൗതുകം, അപ്പോൾ സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു, സ്വയം അതിനൊരു ടെമ്പറേച്ചർ ഉണ്ട്. ചന്ദ്രൻ മറ്റുള്ള പ്രകാശങ്ങളെ ആഗിരണം ചെയ്തിട്ട് പ്രതിഫലനം ഉണ്ടാക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പരാമർശം നടത്തിയപ്പോൾ ഖുർആൻ പറഞ്ഞു വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജൻ മുനീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറാജുമാണ് മുനീറുമാണ്. നമ്മുടെ തസൗഫിൻ്റെ ഇമാമിങ്ങൾ അതിനെ വിശദീകരിച്ചതിൻ്റെ വൈപുല്യം കണ്ടാൽ നമ്മൾ അതിശയപ്പെട്ടു പോകും. സിറാജുമാണ് മുനീറുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദാത്ത് തന്നെ നൂറാണ്. ആ ദാത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്ത് തന്നെ നൂറാണ് എന്നതിലേക്ക് ഇതിനെ ഉദാഹരിച്ചിട്ടുണ്ട് ഇമാമി. മുനീറൻ എന്ന് പറയുമ്പോൾ മറ്റു താരാപഥങ്ങളിലേക്ക് സൂര്യൻ്റെ പ്രകാശങ്ങൾ ഒരു പിന്നെ രശ്മികളായിട്ട് വിതരണം ചെയ്യപ്പെടുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അത് മറ്റുള്ളവയിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, എല്ലാ അള്ളാഹുവിൽ നിന്നുള്ള നൂറിനെ ആഗിരണം ചെയ്യുകയും അതിലൂടെ പ്രകാശിക്കുകയും സ്വയം പ്രകാശിക്കുകയും ചെയ്യുന്ന ഒരു വിസ്മയ
ആയിട്ടുള്ള ഒരു ദാത്തു ഷരീഫാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില തഅബീറുകൾ, അതുപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം ഫാലിഖുൽ ഹബ്ബി വന്നവ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഫാലിഖുൽ ഇസ്ബാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫാലിഖുൽ ഹബ്ബി വന്നവ, ഈ ഫാലിഖ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? ഫാലിഖ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സാധാരണ പറയാം ഒരു ധാന്യമണിയെ വിണ്ടുകീറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സസ്യം പുറപ്പെടുന്ന എന്നർത്ഥമാണല്ലോ ഫാലിഖുൽ ഹബ്ബി വന്നവ. പക്ഷെ അതേ പ്രയോഗം തന്നെയാണ് തൊട്ടടുത്ത ആയത്തിൽ ഫാലിഖുൽ ഇസ്ബാഹ്, പ്രഭാതം വിടരുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അവിടെ എന്തിനാണ് ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ മുബ്ദി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു മുഫജ്ജിർ, പ്രഭാതം വിടരുക എന്നൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ പറയാം. മുഫജ്ജിർ അല്ലെങ്കിൽ മുംബസിത്ത്, അങ്ങനെ പല വാക്കുകൾ പറയാമായിരുന്നു. പക്ഷെ ഫാലിഖ് എന്ന വാക്ക് തന്നെ എന്തുകൊണ്ട് ഉപയോഗിച്ചു? അതിന് ഈ ഫാലിഖ് എന്ന പദത്തിൻ്റെ ഇഷ്തിഖാഖ്, അതിൻ്റെ ലുഗവിയായ അർത്ഥതലങ്ങൾ പരിശോധിച്ചാൽ ഫലഖ എന്ന് പറയുന്നത് ഒരു വസ്തു അതിൻ്റെ സെൻറ്ററിൽ നിന്ന് പിളർന്ന് പതിയെ പതിയെ പിളരുകയും അതിൻ്റെ മധ്യത്തിലൂടെ അല്പാൽപമായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു 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 ഹറക്കത്ത് അവിടെയുണ്ട്, ഒരു പ്രോസസ്സ്. ഈ പ്രോസസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഫാലിഖ് എന്ന്. കാരണം ഒരു സസ്യം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു വരുന്ന ഒന്നല്ലല്ലോ, ഒരു പ്രക്രിയ ഉണ്ടല്ലോ അവിടെ. ഇതുപോലത്തെ ഒരു പ്രക്രിയയാണ് പ്രഭാതം വിടരുന്നിടത്തും ഉള്ളത്. ഫാലിഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതം ഈ ഇരുളിനെ രണ്ടായി ഭേദിക്കുകയും സൂര്യൻ്റെ രശ്മി ആദ്യം നമ്മൾ ഫജർ കാദിബ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ശുആ പ്രത്യക്ഷപ്പെടുകയും പിന്നെ ആ ഇരുളിനെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി ഇത് പതിയെ പതിയെ ഈ വെളിച്ചം വരികയും നമ്മുടെ ചക്രവാളം മുഴുവൻ വെളിച്ചം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രഭാതം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫാലിഖ് എന്ന വാക്കല്ലാത്ത മറ്റൊരു വാക്ക് അവിടെ പകരമില്ല എന്ന്. അവിടെ തന്നെ ഇസ്ബാഹ്, എന്തുകൊണ്ട് ഇസ്ബാഹ് എന്ന വാക്ക് ഉപയോഗിച്ചു? സുബ്ഹ എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നല്ലോ. മാത്രമല്ല സുബ്ഹ എന്ന വാക്കിന് 3 പദയുള്ളൂ, ഇസ്ബാഹ് 3 അക്ഷരമേ ഉള്ളൂ, ഇസ്ബാഹിന് 4 അക്ഷരമുണ്ട്. അപ്പോൾ സുബ്ഹ എന്ന് പറയുന്നത് വിടർന്നു വന്ന ഒരു പ്രഭാതമാണ് എന്ന് പറഞ്ഞാൽ അതൊരു സാക്കിനായൊരവസ്ഥയാണ്. ഇസ്ബാഹ് എന്ന് പറഞ്ഞാൽ ആ പുലരിയാകുന്നത് വരെയുള്ള ആ പ്രക്രിയയെ സൂചിപ്പിക്കുന്ന ഒരു ഹറക്കത്തിൻ്റെ മഅന ഇസ്ബാഹ് എന്ന മസ്ദറിനുണ്ട് എന്നാണ്. ഈ 2 ആശയവും വരുന്നിടത്ത് ഫാലിഖുൽ ഇസ്ബാഹ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അവിടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയത്തിൻ്റെ വൈപുല്യം, അത് ഇൽമുൽ ഇസ്തിഖാഖിലേക്ക് മടങ്ങുന്നു, അത് ബലാഗത്തിലേക്ക് മടങ്ങുന്നു, അത് ഇൽമുൽ ലുഗയിലേക്ക് മടങ്ങുന്നു. വളരെ വൈപുല്യമായ ഒരു അർത്ഥതലത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നു എന്നാണ്. ഇതിനെ തബ്ദീൽ ചെയ്യാൻ കഴിയാതെ, മുഫ്രദാത്തുകളെ തബ്ദീൽ ചെയ്യാൻ കഴിയാതിരിക്കുക എന്ന ഒരു ഇജാസ് കൂടി വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്.